കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ട് ആണ് റാസ്ബെറി ടേസ്റ്റ് ചെയ്തത്. പിന്നെല്ലാം വാൾമാർട്ടിൽ പോയിട്ട് റാസ്ബെറി വാങ്ങിച്ചതാണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയ്ക്കായിരുന്നു റാസ്ബെറിനെ കുറിച്ച്. എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. ലൈക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഇങ്ങനെ ഇരിക്കും ഈ സാധനം. ഇതിന് ചെറിയ മധുരവും പുളിയാണ് കേട്ടോ. പുളിയാണ് കൂടുതൽ ഇതിന്. അപ്പം ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സ്ട്രോബെറി പോലെ അത്യാവശ്യം കട്ടിയുള്ളതാണെന്ന്. പക്ഷെ ഇതിന് തീരെ കട്ടിയില്ല. നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ ഞെങ്ങിപ്പോവും. കണ്ടോ, ഇതിങ്ങനെ ഞെങ്ങിപ്പോവും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടി. ഉള്ളിലൊരു ചെറിയ സീഡ് പോലെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കണ്ടോ, ഇതാണ് അതിൻ്റെ സീഡ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ പൈസ പോയി ഗൈസ്, പൈസ പോയി. ഒരു രസം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു പറ്റിയ മണ്ടത്തരം, ഇത് വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ സ്ട്രോബെറി യോഗട്ടാന്ന് വിചാരിച്ചിട്ട് റാസ്ബെറി യോഗട്ട് തന്നെ വാങ്ങി. അപ്പോൾ അതും ഫ്ലോപ്പായി. അങ്ങനെ 2 ഫ്ലോപ്പുകളാണ് ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ റാസ്ബെറി വിശേഷം. ബായ്.